പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഡിസംബർ 4-ന് നടക്കും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടങ്ങുന്നു. 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം തെളിയിക്കും. തുടർന്ന് പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി തിരിതെളിയിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. 11 മണിയോടുകൂടി 51 ജീവിതകളിലായി 500-ൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭക്തർ നിവേദിച്ച പൊങ്കാല നേദിക്കുന്ന ചടങ്ങ് നടക്കും. അതിനുശേഷം വിശിഷ്ടമായ ഉച്ചദീപാരാധനയും ക്ഷേത്രത്തിൽ നടക്കും. വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് കാർത്തിക സമ്പത്തിന് അഗ്നി പകരും. പൊങ്കാല ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ അവർകളാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർകളാണ്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ 4-ന് നടക്കും. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ നവംബർ 23 ഞായറാഴ്ചയാണ് നടക്കുക. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കുടിവിളക്കിലേക്ക് ദീപം പകരും. നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി ജ്വലിപ്പിക്കും. തുടർന്ന് പൊങ്കാലയ്ക്ക് തുടക്കമാവും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി OP പനീർസെൽവം ഭദ്രദീപം പ്രകാശനം നിർവഹിക്കും. ക്ഷേത്രം മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. തോമസ് കെ തോമസ് MLA അധ്യക്ഷനാവും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി സ്വാഗതം പറയും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. എടത്വ സെൻറ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻഡ് ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, നെടുമ്പ്രം ചീഫ് ഇമാം അമാനുല്ലാഹ് സുഖി എന്നിവർ മുഖ്യ സന്ദേശം നൽകും. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി മംഗളാരതി സമർപ്പിക്കും. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭത്തിൽ അഗ്നി ജ്വലിപ്പിക്കും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കും. പാർക്കിങ്ങിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.